യേശു താബോർ മലയുടെ അടിവാരത്ത് നിന്ന് ഗലീലിലൂടെ ജെറുസലേമിലേക്ക് പോവുകയാണ്. ഈ ഒരു യാത്ര തുടങ്ങുമ്പോൾ തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം, ജെറുസലേമിലേക്ക് യേശു പോകുന്നത് മാർക്കോസിൻ്റെ സുവിശേഷം അനുസരിച്ച് മരണത്തിലേക്കാണ്. മരണത്തിലേക്ക് യേശു പോകുന്നൊരു യാത്രയാണ് മാർക്കോസിൻ്റെ സുവിശേഷം വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യേശു മരണത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു, ജെറുസലേമിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഈ സമയത്ത് വചനത്തിൽ പറയുന്നത് ആരും അവനെ തിരിച്ചറിയരുതെന്ന് അവൻ ആഗ്രഹിച്ചു, കാരണം അവൻ മരണത്തിലേക്കാണ്. ഈ യാത്ര എല്ലാവരെയും അറിയിച്ചുകൊണ്ടാകരുത്, ഇനി രഹസ്യമായി തൻ്റെ ദൗത്യത്തിലേക്ക്, രക്ഷയിലേക്ക് ഉള്ള സമയം അടുത്തിരിക്കുന്നു. ഈ നിമിഷമാണ് യേശു തൻ്റെ ശിഷ്യന്മാരടുത്ത് പറയുന്നത്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കപ്പെടും, അവരവനെ വധിക്കും, പക്ഷെ അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഒന്ന് ശ്രദ്ധിച്ചേ, യേശു ഈ വഴി കൂടെ പോകുമ്പോൾ ഈ യാത്ര പോലും ആരും അറിയരുതെന്ന് ആഗ്രഹിച്ചു. ഈ മരണത്തിലേക്കുള്ള യാത്ര പോലും രഹസ്യമാകണമെന്നും ആ രഹസ്യത്തിനുള്ളിൽ ഒരാൾ പോലും യാത്ര പോലും തിരിച്ചറിയുമെന്ന് ആഗ്രഹിച്ച ക്രിസ്തു വളരെ പരസ്യമായി തൻ്റെ മരണവാർത്തയും തൻ്റെ യാത്രയുടെ ഉദ്ദേശവും അറിയിക്കുന്ന ശിഷ്യന്മാരോടാണ്. വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അവരവനെ പിടിക്കും, വധിക്കും, 3-ാം ദിവസം ഉയർക്കും. രക്ഷാകര ചരിത്രത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ രഹസ്യം 3 വാക്യങ്ങൾ ക്രിസ്തു അവരോട് ഒതുക്കിയെന്നുള്ളതാണ്. പക്ഷേ ഇത് പറഞ്ഞവർക്ക് മനസ്സിലായില്ല. എത്ര വേദനയാണ്! വലിയൊരു ജനക്കൂട്ടവും തൻ്റെ ചുറ്റുമുള്ള ആരും അറിയരുതെന്ന് ആഗ്രഹിച്ചൊരു കാര്യം ക്രിസ്തു തൻ്റെ കൂടെ നിൽക്കുന്നവരോട് പറഞ്ഞു. പക്ഷെ കൂടെ നിൽക്കുന്നവർക്ക് അത് മനസ്സിലായില്ല എന്ന് മാത്രമല്ല, പിന്നീട് അവരതിനെക്കുറിച്ച് ചോദിക്കാൻ പോലും ധൈര്യപ്പെട്ടില്ല. പക്ഷെ ഇങ്ങനെയല്ലല്ലോ ശിഷ്യന്മാർ. ഇതിനു മുമ്പ് വിത്തിൻ്റെ ഉപമ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് മനസ്സിലായില്ല, അവർ ചോദിച്ചു. അതുപോലെ അവർക്ക് ഒരു വലിയൊരു ജനക്കൂട്ടത്തിന് മുമ്പിൽ ഒരു അത്ഭുതം ചെയ്യാൻ കഴിഞ്ഞില്ല, പിന്നീട് അവരൊന്ന് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയാത്തത്. ഇങ്ങനെ രഹസ്യമായി നിൽക്കുമ്പോൾ അവർ ചില കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. യേശു പക്ഷേ തൻ്റെ മരണത്തെക്കുറിച്ചും തൻ്റെ പീഡാസഹനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായില്ല. മനസ്സിലാകാത്ത കാര്യങ്ങൾ പിന്നീട് അവർ ചോദിക്കാൻ ധൈര്യപ്പെട്ടുമില്ല എന്നുള്ളതാണ് വലിയൊരു സങ്കടം. ഒരിക്കലല്ലോ 3 തവണയാണ് ക്രിസ്തു തൻ്റെ മരണത്തെക്കുറിച്ച് അവരോട് പറഞ്ഞത്. 3 പ്രാവശ്യവും കേട്ടിട്ടും കേൾക്കാത്ത പോലെ അവരെല്ലാവരും നടിച്ചു. എത്ര വേദനയാണ്! കൂടെ നടക്കുന്നവൻ്റെ വേദനയും അവൻ്റെ വരവിൻ്റെ ഉദ്ദേശവും ഏറ്റവും പരമപ്രധാനമായ രഹസ്യവും തൻ്റെ പ്രിയപ്പെട്ടവരോട് അവൻ എത്ര ആലോചിച്ച് എത്രയധികം ശ്രദ്ധിച്ചിട്ടായിരിക്കും ഈ വാക്കുകൾ ഉപയോഗിച്ചത്. എന്നിട്ടും അത് എന്തെന്ന് പോലും ചിന്തിക്കാൻ കഴിവില്ലാതെ അവരപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് കൂട്ടത്തിൽ ആരാ വലുതെന്നാണ്. എവിടേക്കോ ആ കൂട്ടത്തിൽ ഞാനുമുണ്ട് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. 12 പേരും ഒരുമിച്ചാണ് ക്രിസ്തുവിനോടൊപ്പം നടന്നത്. ക്രിസ്തുവിൻ്റെ യാത്രയിൽ അവരും കൂടെയുണ്ട്. പക്ഷേ അവൻ്റെ യാത്രയിൽ അവൻ്റെ നടത്തം എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർ അറിയാൻ ആഗ്രഹിച്ചില്ല. ഈ കൂടെ നടന്നിട്ടൊന്നും കാര്യമില്ലെന്നേ. നമ്മളൊക്കെ കുറച്ചും കൂടി മനസ്സിലാക്കേണ്ടത് എങ്ങോട്ടാണ് ഈ യാത്രയെന്നും എന്തിനാണ് ഈ യാത്രയെന്നുമാണ്. അത് ക്രിസ്തു കാലത്തിൻ്റെ കൃത്യമായ സമയത്ത് വെളിപ്പെടുത്തുന്ന സമയത്ത് അവനോടൊപ്പം ആ യാത്ര കയ്യും പിടിച്ച് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് നടക്കാനാണ് ഓരോ ക്രിസ്തു ശിഷ്യൻ്റെയും ബാധ്യത. അതാണ് അവൻ്റെ ഉത്തരവാദിത്തം. ഈ ഉത്തരവാദിത്തം ചെയ്യാതെ പോയ 12 പേരും ചിതറിക്കപ്പെട്ടു എന്നുള്ളതാണ് പിന്നീട് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. പക്ഷേ ഉദ്ധാനത്തിന് ശേഷം അവരെല്ലാവരെയും ക്രിസ്തു കൊണ്ടുവരും. അത് ക്രിസ്തുവിൻ്റെ പാർട്ട്. പക്ഷേ അവരുടെ പാർട്ട് അവൻ എന്തുമാത്രം നന്നായിട്ട് ചെയ്തു. പ്രിയമുള്ളവരെ, എൻ്റെ ഗോസ്പൽ എവിടേക്കോ നമ്മളൊന്ന് ഓർമ്മിപ്പിക്കുന്നില്ലേ? എവിടേക്കോ അവൻ്റെ കൂടെ നടന്നിട്ട് നമ്മൾ നമ്മുടെ വേദനകളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ എത്ര ശ്രദ്ധയോടെയും കരുതലോടെയും കേട്ട ഒരു ക്രിസ്തുവിൻ്റെ അവസാനം അവൻ്റെ ഒരു വേദനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ നമ്മൾ കേൾക്കാതെ പോയത്? ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ഏറ്റവും വലിയൊരു ബാധ്യതയും ഉത്തരവാദിത്വവും കൂടെ നടക്കുമ്പോൾ അവൻ്റെ കാര്യം കൂടി കേൾക്കാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട്. അവൻ എന്തൊക്കെയോ നമ്മളോട് പറയുന്നുണ്ട്. അവൻ്റെ സങ്കടങ്ങളായിരിക്കാം, അവൻ്റെ സ്വപ്നങ്ങളായിരിക്കാം, അവന് നമ്മളെക്കുറിച്ചുള്ള ജീവിതത്തിൻ്റെ പദ്ധതികളായിരിക്കാം. എവിടേക്കോ നമ്മുടെ സ്വപ്നങ്ങളെയും നമ്മുടെ പദ്ധതികളെയും അത് അവൻ്റെ യാത്രയാക്കി മാറ്റി അവൻ്റെ കൈ പിടിച്ച് നമ്മളുടെ വഴിയെ അവനെ നിർബന്ധിച്ച് കൊണ്ടുപോവുകയല്ല നമ്മുടെയൊക്കെ ദൗത്യം. അവൻ നടക്കുന്ന വഴിയിൽ കൂടി, അവൻ പറയുന്ന പദ്ധതിയിൽ കൂടി, അവൻ്റെ സ്വപ്നത്തിൽ കൂടി നമ്മൾ കൈപിടിച്ച് കണ്ണും പൊട്ടി നടക്കുക എന്നുള്ളതാണ്. പലപ്പോഴും സംഭവിച്ചു പോകുന്നത്, നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട്, അതിലേക്ക് ആ ക്രിസ്തുവിനെ കൊണ്ടുപോകാൻ നമ്മൾ നിർബന്ധിക്കുന്നു എന്നുള്ളതാണ്. തിരിച്ചാണ് എല്ലാം സംഭവിക്കേണ്ടത്. പ്രിയമുള്ളവരെ, ക്രിസ്തു കുറച്ചും കൂടി എന്തൊക്കെയോ നമ്മളോട് പറയുന്നുണ്ട്. അവൻ്റെ സങ്കടങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും കേൾക്കാൻ ഈ ചെവികളും കുറച്ചും കൂടി ശ്രദ്ധ പതിപ്പിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വഴി തുറക്കുന്നു ജീവനിലേക്ക് തിരുവോസ്തിയായീശോ, വഴി തുറക്കുന്നു ജീവനിലേക്ക് തിരുവോസ്തിയായീശോ, കൃപയുടെ
നമുക്കായി തുറക്കുന്നു, നമുക്കായി തുറക്കുന്നു. കരുണയിതാ നിത്യ സ്നേഹമിതാ, ശക്തിയിതാ നിത്യ രക്ഷയിതാ. കരുണയിതാ നിത്യ സ്നേഹമിതാ, ശക്തിയിതാ നിത്യ രക്ഷയിതാ. വഴി തുറക്കുന്നു ജീവനിലേക്ക് തിരുവോസ്തിയായി ഈശോ. അനശ്വര ജീവന്റെ ഔഷധം നീ, അളവറ്റ സ്നേഹത്തിൻ കൂദാശ നീ. അനശ്വര ജീവന്റെ ഔഷധം നീ, അളവറ്റ സ്നേഹത്തിൻ കൂദാശ നീ. കറപുരളാത്തൊരു ഭോജ്യവും നീ, നിത്യ ജീവന്റെ വാഗ്ദാനം നീ. കറപുരളാത്തൊരു ഭോജ്യവും നീ, നിത്യ ജീവന്റെ വാഗ്ദാനം നീ. കരുണയിതാ നിത്യ സ്നേഹമിതാ, ശക്തിയിതാ നിത്യ രക്ഷയിതാ. കരുണയിതാ നിത്യ സ്നേഹമിതാ, ശക്തിയിതാ നിത്യ രക്ഷയിതാ. വഴി തുറക്കുന്നു ജീവനിലേക്ക് തിരുവോസ്തിയായി ഈശോ. യോഗ്യതയോടെ പങ്കുചേരാം, സ്വർഗീയ സന്തോഷം സ്വന്തമാക്കാം. യോഗ്യതയോടെ പങ്കുചേരാം, സ്വർഗീയ സന്തോഷം സ്വന്തമാക്കാം. യേശുവിൻ ജീവനിലൊന്നാകാം, പ്രസാദവരത്താൽ ചേർന്നിരിക്കാം. യേശുവിൻ ജീവനിലൊന്നാകാം, പ്രസാദവരത്താൽ ചേർന്നിരിക്കാം. കരുണയിതാ നിത്യ സ്നേഹമിതാ, ശക്തിയിതാ നിത്യ രക്ഷയിതാ. കരുണയിതാ നിത്യ സ്നേഹമിതാ, ശക്തിയിതാ നിത്യ രക്ഷയിതാ. വഴി തുറക്കുന്നു ജീവനിലേക്ക് തിരുവോസ്തിയായി ഈശോ. കൃപയുടെ ആകാശഗോപുരവാതിൽ നമുക്കായി തുറക്കുന്നു, നമുക്കായി തുറക്കുന്നു.